ശബരിമലയിൽ പറകൊട്ടിപ്പാടുകയാണ്. എനിക്ക് മുമ്പ് എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ 61 വർഷം ഉണ്ടായിരുന്നു. 61 വർഷം കഴിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ പിൻഗാമിയായിട്ട് വന്നതാണ് ഞാൻ. ഇത് കേശാദിപാദം എന്ന മന്ത്രമാണ് ഇവിടെ ജപിച്ച് പാടുന്നത്. കേശാദിപാദം കഥ, അതായത് തലമുടി മുതൽ ഉള്ളങ്കാല് വരെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ്. അതായത് കണ്ണുദോഷം, നാവുദോഷം, ശത്രുദോഷം, ആഭിചാരദോഷം, ഗ്രാഹദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ്. ശബരിമലയിൽ വന്നിരുന്ന് പാടുന്നതിന് പന്ത്രത്ത് തമ്പുരാൻ അനുവദിച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ശിവഭഗവാൻ പന്ത്രത്ത് വെച്ച് ഭഗവാന്റെ ദോഷം മാറ്റുകയും തുടർന്ന് ഭഗവാൻ ഇങ്ങനെ പോന്നു കഴിഞ്ഞ് ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയും തീപിടുത്തത്തെ തുടർന്ന് ഭക്ഷണം വെച്ച് നോക്കിയപ്പോൾ വേലന്മാരെ കൊണ്ട് പാടിക്കണം എന്ന് പറയുകയും പന്ത്രത്ത് തമ്പുരാൻ ഒരു കുടുംബത്തെ കൊണ്ടുവന്ന് മാടവൻ, റാന്നി മാടവൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിപ്പിക്കുകയും തുടർന്ന് ആ കുടുംബത്തിലെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ പരിപാടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കുടുംബമാണ് മാടവൻ. ഇവിടെ നിന്ന് തുടർച്ചയായി വന്ന ആളുകളും എൻ്റെ ബന്ധുക്കളുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിരുന്ന് ഈ കർമ്മം ചെയ്യുന്നത്. ആവശ്യം ദോഷന്മാരുടെ പാർവനെ പാലഭൂഷണകരവും പാപമേഖലാം